ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് നമ്പർ 44 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. രാവിലെ തന്നെ അത് അടിപൊളിയായിട്ടൊരു പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചങ്സ് സിനിമയിലെ നമ്മുടെ ചെക്കൻ്റെ കല്യാണം പൊളിയാണല്ലോ ആ പാട്ടാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ചു. ആ സമയത്ത് കണ്ടല്ലോ അവിടെ രാവിലെ വാഷ്റൂമിൽ ഏരിയയ്ക്ക് നമ്മുടെ ശ്രീതുവും ജിൻഡോയും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ചേട്ടനല്ലേ കിച്ചൺ ക്യാപ്റ്റൻ, പിന്നെ എന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ, അയ്യോ ഞാൻ ബാത്റൂമിലാണ് യൂറിൻ ഒഴിക്കാൻ വന്നത്, എനിക്ക് അത്യാവശ്യമാണെന്ന് ജിൻഡോ പറയുന്നു. എന്നാൽ നിങ്ങളുടെ മറ്റ് മെമ്പേഴ്സിനോട് പറയൂ രാവിലെ ബ്ലാക്ക് ടീ ഒക്കെ ഇടണമെന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ജിൻഡോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീതുവിന് ദേഷ്യം വന്നിട്ട് നേരെ കിച്ചണിൽ പോയി. അപ്പോൾ അൻസിബ അവിടെയുണ്ട്. അൻസിബയോട് പറഞ്ഞു നമുക്ക് കിച്ചൺ ക്യാപ്റ്റനെ മാറ്റാം, കിച്ചൺ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമില്ല, അപ്പോൾ നമുക്ക് കിച്ചൺ ക്യാപ്റ്റനെ മാറ്റാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ജാസ്മിന് വയ്യ കേട്ടോ. രാവിലെ തന്നെ പനിയും ഇന്ന് മൊത്തം ജാസ്മിൻ കിടപ്പായിരുന്നു, ഫുള്ളും വയ്യ, പനിയും ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാൻ. അങ്ങനെ ജാസ്മിൻ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം സിബിനും ജിൻഡോയും കിച്ചണിൽ വന്നു. ശ്രീതു ഡിസ്കസ് ചെയ്തു. ഇന്ന് മുതൽ ജിൻഡോ ക്യാപ്റ്റനല്ല കിച്ചൺ ക്യാപ്റ്റൻ, സിബിന് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അൻസിബ ആയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അഭിഷേക് ജയദേവ് ക്യാപ്റ്റനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതേ ബാത്റൂം ടോയ്ലറ്റിൻ്റെ അവിടെ ചുമ്മാ ഇങ്ങനെ ടാപ്പ് തുറന്ന് വിടുകയാണെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജിൻഡോയും പറഞ്ഞു അതാ ടിഷ്യൂ പേപ്പർ അവിടെ ഉണ്ടായിരുന്നല്ലേ, നീ കണ്ടില്ലേ, നീ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്തോന്ന രീതിയിൽ. അപ്പോൾ ശ്രീധുവിന് ദേഷ്യം വന്നു. അത് എനിക്കറിയാം, നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യിക്കേണ്ട, നിങ്ങളെന്തിനാ ഒരാൾ പറയുമ്പോൾ നടുവിൽ കയറി വരുന്നത്. അഭിഷേക് ജയദേവ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ ഇടയിൽ കയറുന്ന രീതിയിൽ. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട് ഇതാരുടെ ക്ലാസ്സാണ്. അപ്പോഴത്തേക്ക് ചേച്ചി ശ്രീധു പറയുന്നത് അവിടെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല ചേച്ചി എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ജിൻഡോ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പേപ്പർ എടുത്ത് എഴുതുന്നു, അപ്സര വന്ന് എൻ്റെ അടുത്ത് പേപ്പർ ചോദിക്കുന്നു, ഇവർക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം, പേപ്പറിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ഇതിൽ ജിൻഡോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നുണ്ട് കേട്ടോ, അർജുൻ ഇങ്ങനെ എഴുതുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഐബ്രോ പെൻസിലിൽ അത് വെച്ചിട്ടാണ് തോന്നുന്നു എഴുതുന്നത്. ഈ സമയം കിച്ചണിൽ സിബിൻ വന്നിട്ട് ശ്രീധുവിനോട് സംസാരിക്കുന്നു. എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ ചിലപ്പം പോകും ഇവിടെ നിന്ന്, നീ ഇതാരോടും പറയേണ്ട എന്ന രീതിയിൽ സംസാരിക്കുന്നു. റസ്മിനും ചോദിക്കുന്നു സിബിൻ എണ്ണ ഓക്കെ അല്ലേ, എനിക്ക് പറ്റുന്നില്ലടാ എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ സമയം നമ്മുടെ എന്താ പറയുക രാവിലെ കഞ്ഞി. അപ്പോൾ നമ്മുടെ ശ്രീരേഖ പറയുന്നുണ്ട് രാവിലെ തന്നെ പള്ളിക്കഞ്ഞും പള്ളിപ്പയറുമാണ്. അപ്പോൾ സിബിന് വന്നിട്ട് എന്തോ സംസാരിക്കുന്നു. അങ്ങനെ ജിൻഡോയോട് ഞാൻ എണീക്കുകയാണെന്ന രീതിയിൽ ശ്രീരേഖ പോയിട്ട് സിബിനോട് സംസാരിക്കുകയാണ്. നീ നല്ലൊരു കണ്ടസ്റ്റാണ്, നീ നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്. ഇല്ല ചേച്ചി എനിക്ക് എൻ്റെ കൺട്രോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കുറേ എന്താ പറയുക എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല ചേച്ചി എന്ന രീതിയിൽ സിബിനോട് സംസാരിക്കുന്നു. ഈ സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു. കൺവെൻഷൻ റൂമിൽ പോയി എന്താ സിബിൻ എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, ശരി നമുക്ക് ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ എന്താണെന്നുള്ള അഭിപ്രായം പറയാവുന്ന രീതിയിൽ സിബിനെ പുറത്താക്കുന്നു. ഈ സമയം ടാസ്ക് ആണ് കേട്ടോ. നുണ പറയുന്ന ഒരു റൗണ്ട് എന്നല്ല, അതായത് നിങ്ങൾക്ക് ഹൗസിലുള്ള എല്ലാ അംഗങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊരു നുണ പറയുക എന്ന രീതിയിലൊരു റൗണ്ടാണ്. അപ്പോൾ ഋഷിയാണ് ആദ്യം വരുന്നത്. നോറ ഭയങ്കര ഒച്ചത്തിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നോറയെക്കുറിച്ച് അയ്യോ നോറ പാവമാണ്, നോറ പതുക്കെ സംസാരിക്കും, നോറയ്ക്ക് ശബ്ദം അലർജിയാണ് എന്ന രീതിയിൽ നമ്മുടെ ഋഷി സംസാരിക്കുന്നുണ്ട്. ശ്രീരേഖ വന്നിട്ട് ജിൻഡോയെക്കുറിച്ചാണ്. ജിൻഡോ ആണെങ്കിൽ ഒരു മരമണ്ടൻ എന്നാണ് വിചാരം, പക്ഷെ ഞാൻ പറയുകയാണ് ജിൻഡോ ഒരു ലോക മണ്ടനാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഗബ്രി വന്ന് അപ്സരയെ പറയുന്നുണ്ട്, റസ്മിൻ വന്ന് ജിൻഡോയെ പറയുന്നുണ്ട് കേട്ടോ. ജിൻഡോയും റസ്മിനെ തന്നെ പറയുന്നുണ്ട്. ഇവൾ പുറത്ത് പോയി വന്നതിന് ശേഷം പിന്നെ ലെറ്റർ എഴുതിക്കൊണ്ട് ഡസ്റ്റ്ബിൻ്റെ അവിടെ കൊണ്ടുവച്ചു എന്ന രീതിയിലൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അർജുൻ ശ്രീധുവിനെ കുറിച്ച് പറയുന്നുണ്ട്, വൃത്തി എന്ന് പറഞ്ഞാൽ അടുത്തുകൂടെ പോയിട്ടില്ല, ഐലാഷ് എഴുതാനേ അറിയത്തില്ല എന്ന രീതിയിൽ. അപ്സര അടിപൊളിയായിട്ട് പറഞ്ഞു അയ്യോ ഈ അർജുൻ ഞങ്ങളെ വന്നിട്ട് അടിച്ച് എന്നെ റസ്മിനെയും ജിൻഡോ ചേട്ടൻ വയറ് വയ്യാണ്ടിരിക്കുകയാണ്, ജിൻഡോ ചേട്ടൻ ഞങ്ങളെ വിളി കേട്ടിട്ട് ജിൻഡോ ചേട്ടൻ ഓടി വന്നു. അപ്പോഴത്തേക്ക് ഈ അർജുൻ ഉണ്ടല്ലോ ജിൻഡോ ചേട്ടൻ്റെ കഴുത്തിൽ തൂക്കി ഇങ്ങനെ എടുത്തിരുന്നു എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് നുണ പറയുന്ന രീതിയിൽ അങ്ങ് ഫലിപ്പിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിൻഡോ അടുത്ത് സിബിനോടൊക്കെ ചോദിക്കുന്നില്ല എന്താണ് നിങ്ങളിതുള്ള അറിഞ്ഞ സംഭവം തന്നെയാണോ, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാമെന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ ബാത്റൂമിൽ വന്നിട്ട് അവർ എങ്ങനെ ബാത്റൂമൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യണമെന്ന രീതിയിൽ ബാത്റൂമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സമയം സായി സിബിന് ജിൻഡോ എന്തും പറയാം, ജിൻഡോ എന്ത് പറഞ്ഞാലും ഇവിടെ വർക്കാവും, റസ്മിൻ്റെ ബാക്കിൽ നിന്നിട്ടേ ട്രിഗർ ചെയ്യാൻ പറയാം. അപ്പോൾ സായി പറഞ്ഞു ചില സമയത്ത് ചിലപ്പോൾ ജിൻഡോ തിരിച്ചും വരാം, അത് നമുക്ക് ജിൻഡോയെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ക്യാമറ നോക്കിയിട്ട് സിബിൻ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. സിബിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ പരിശോധിച്ചതിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം റെസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ലിവിങ് റൂമിനകത്ത് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു. പുറത്തേക്ക് നമ്മുടെ സിബിനെ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ചായക്കള്ളന്മാർ കേട്ടോ, ചായ അടിച്ചു മാറ്റുന്നു. നമ്മളെ ഋഷി അഭിഷേക് ശ്രീകുമാരും ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അൻസിബയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളം കുടിക്കുന്ന കുപ്പിയില്ലേ അതിനകത്ത് ചായ നിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം ടാസ്ക്കാണ് കേട്ടോ. ടാസ്ക് എന്ന് വെച്ചാൽ പവർ ടവറാണ്. അതായത് നിങ്ങൾക്ക് 7 ആഴ്ച ഇവിടെ തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ട്
ടീം സ്പിരിറ്റ് മാത്രമല്ല ടീം ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്സും കൂടെ പുറത്തോട്ട് വരേണ്ടത്. നല്ലതായിട്ടുള്ളൊരു പവർ നിങ്ങൾ എടുത്ത് കളിക്കണം എന്ന രീതിയിൽ പവർ റൂമിൽ കയറേണ്ട ഒന്നാമത്തെ ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ശ്രീതുവാണ് ആദ്യം ഇവരെ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ അൻസിബയും അതുപോലെ ജിൻഡോയും രണ്ടുപേരും ഉള്ളതുകൊണ്ട് ശ്രീതുവിനെ കൂടെ മത്സരിപ്പിച്ചു. അങ്ങനെ ഒരു 3 കോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. റെഡ് കോളം ടണൽ ടീമും, യെല്ലോ കോളത്തിനകത്ത് ഡെൻ ടീം, ബ്ലൂ കോളത്തിനകത്ത് നെസ്റ്റ്. ഇവരാണ് ഈ ടവറുകൾ വലുതിൽ നിന്നും ചെറുത് എടുത്ത് ടവർ ഏറ്റവും കൂടുതൽ കെട്ടിപ്പൊക്കുന്ന ആരാണോ ബസർ അടിക്കുന്നതിനുള്ളിൽ അവർ ജയിക്കും കേട്ടോ. ഈ സമയം ടവർ കെട്ടിവെക്കുന്ന സമയത്ത് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കും. നമ്മളെ ജിൻഡോയും അഭിഷേക് ശ്രീകുമാറും കൂടെ കഴുത്ത് പിടിക്കും, തലയിൽ പിടിച്ച് വലിക്കുക. അതൊരു ഗെയിം സ്പിരിറ്റ് മാത്രം തന്നെയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഡപ്പനാണ്. ജിൻഡോ അതുപോലെ തന്നെ അൻസിബ, ശ്രീധു 3 പേരും അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഡെൻ ടീമിനാണ് 2 പോയിന്റ് നേടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടാസ്ക് കൂടി ജയിക്കുകയാണെങ്കിൽ പവർ റൂമുകാരുടെ മത്സരിക്കാൻ ജിൻഡോയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അങ്ങനെ ജിൻഡോയുടെ ടീമാണ് 2 പോയിന്റ് നേടി ലീഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ജിൻഡോയുടെ കളികൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും അതിനുശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് ജാസ്മിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളെ ഗബ്രി പുറത്തിറങ്ങി. ഇവർ പുറത്തു നിന്നാണ് ഒരു സംസാരം. അതിനുശേഷം ടാസ്ക്കാണ് കേട്ടോ. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിമിഷ കവി എന്നുള്ള ടാസ്ക്കാണ്. അതായത് ഒരു വാക്ക് പറയും, ബീബി ഒരു വാക്ക് പറയും കൊടുക്കും, അതിൽ നിന്ന് പെട്ടെന്ന് പാട്ടുണ്ടാക്കി പാട്ട് പിന്നെ അന്താക്ഷരി പോലെ ചെയ്യും. കാരണം 3 ഗ്രൂപ്പായിട്ട് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു, പവർ ടീം ഉൾപ്പെടെ 4 പേര്. അങ്ങനെ ഇവരുടെ ഒരു ഗ്രൂപ്പ് അൻസിബ, ജിൻഡോ, അതുപോലെ തന്നെ സായി ടീംസ്, അപ്സര, അർജുൻ, റസ്മിൻ ഒരു ടീം. പക്ഷേ അപ്സര, അർജുനും റസ്മിനൊക്കെ കോമഡി പോലെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ലൈവിലും ഉണ്ടായിരുന്നു, എപ്പിസോഡിൽ കുറച്ച് സമയം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ അടിപൊളിയായിട്ട് പെട്ടെന്ന് നിമിഷത്തിൽ പാട്ടുകൾ ഉണ്ടാക്കി സെറ്റപ്പ് ആയിരുന്നു. ബിഗ് ബോസിന് സന്തോഷമായി, അവർക്ക് സീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം ഗബ്രി ഞാനിത് ചൊല്ലിയാകണം ദിനം പാർത്തേനെ ആ പാട്ടും പിന്നെ ഗെയിമിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എടുത്ത് തൂക്കി. അപ്പോൾ ഗബ്രി പറഞ്ഞു ഗെയിമിൽ നീ ഉണ്ടായിരുന്നു നിന്നെ തൂക്കിയെടുത്ത് എറിയുമായിരുന്നു, എനിക്ക് എൻ്റെ ടീമിനെ ജയിപ്പിക്കണം എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നെ BB+ ആണ്. BB+ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു ടാസ്ക്, അതായത് നമ്മുടെ മീറ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ശ്രീതുവായിട്ട് ക്യാപ്റ്റൻ മീറ്റിങ്ങിൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിനെ കുറിച്ചൊരു ആരോപണം. അപ്പോൾ അത് റസ്മിൻ അന്ന് ബിഗ് ബോസിനോടും പറയുന്നുണ്ട്, ഞാൻ പുറത്തു പോയി വന്നതിന് ശേഷം എനിക്ക് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട്, അതിനൊരു ക്ലാരിഫിക്കേഷൻ ഒരു വാണിംഗ് കൊടുക്കണം. അതൊരു മിനി കോടതിയിലും ആ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിൻഡോ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാക്ഷിയായിട്ട് അർജുനാണ് വരുന്നത്. പക്ഷേ എന്തായാലും പവർ ടീമുകാർക്ക് റസ്മിൻ പറഞ്ഞ ഒരു ആരോപണം മറ്റുള്ളവരാരും കേട്ടിട്ടില്ല. അപ്പോൾ റസ്മിനും അർജുനും മാത്രമേ ഇത് കേട്ടിരിക്കുന്നത്, മറ്റും അംഗങ്ങൾ ആരും ഇത് കേട്ടില്ല. അതായത് BB ക്രൂ മെമ്പേഴ്സ് നമ്മുടെ റസ്മിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിഷയം. എന്തായാലും ആ ഒരു വിഷയത്തിനകത്ത് ഒരു പണിഷ്മെൻറ്റോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ജിൻഡോയ്ക്ക് പറയേണ്ട കാര്യങ്ങളും ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോ ന്യായമായ കാര്യമാണ് പറഞ്ഞത്. അർജുനോട് ഞാൻ പറയുന്നത് ടോപ്പ് 10 ആരൊക്കെയാണ് വരാൻ ചാൻസ്. അപ്പോൾ അർജുൻ ശ്രീതു റസ്മിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്തു പോയി വന്നതിന് ശേഷം റസ്മിൻ ഡൗൺ ആണെന്ന രീതിയിൽ. ആ ഒരു കേസ് ഞാൻ ഇവിടെ ഒരു കേസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന രീതിയിൽ അവരങ്ങോട്ട് വാദിക്കുന്നുണ്ട്. അത് നമ്മുടെ അഭിഷേക് ജയദേവും പറയുന്നുണ്ട്. അത് തന്നെ ആദ്യം അർജുൻ പറഞ്ഞു ഇവിടെ BBയുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ ഹെൽപ്പ് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ അർജുൻ അത് മാറ്റി പറഞ്ഞു. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ റസ്മിൻ അവിടെ ഉരുണ്ട് കളിച്ചു. റസ്മിൻ പറഞ്ഞു എനിക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നില്ല, എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് സംസാരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോൾ സിബിൻ പറഞ്ഞു ഇതൊക്കെ വെറുതെ എന്തിനാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളുടെ അവരവരുടെ ജോലികൾ നോക്കുന്ന രീതിയിൽ സിബിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ജിൻഡോയും ഈ അപ്സരയുടെ പേപ്പറിൻ്റെ കാര്യം, അപ്പോൾ ആ വിഷയം ഇവിടെ എടുക്കേണ്ട, ഇപ്പോൾ ഒരു വിഷയം സംസാരിക്കാൻ എന്ന രീതിയിൽ അപ്പോൾ മിനി കോർട്ട് എന്നുള്ളത് മാറ്റി സായി പറഞ്ഞു ഇനി ട്രയൽ റൂം എന്നാക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അർജുൻ ഇങ്ങനെ പേപ്പറിൽ എഴുതിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അർജുൻ അത് കൊണ്ട് കാണിക്കുന്നില്ല, ഞാനത് ഡേറ്റാണ് എഴുതിയത്, ഡേറ്റ് കൗണ്ട് ചെയ്താണ് 49 ദിവസമായില്ല. നിങ്ങൾക്ക് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കാണണോ ഞാൻ എഴുതിയ ലവ് ലെറ്റർ എന്ന രീതിയിൽ. പക്ഷേ അവർ ഡേറ്റ് കൗണ്ട് ചെയ്താണ് നോക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ തോമസ് കുട്ടി വിട്ടോടാന്ന രീതിയിലാണ്. അതായത് 2 പേർ 2 കാലിൽ 2 ബലൂൺ കെട്ടുക, മറ്റുള്ളവരൊന്ന് പൊട്ടിക്കുക. അത് പൊട്ടിക്കാതെ ആരെ കാലിലാണോ ബലൂൺ കാണുന്നത് അവർ വിജയിക്കുന്ന രീതിയിൽ. പിന്നെ അതൊരു 1.5 ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങോട്ട് ഓടി അയ്യോ എൻ്റെ പൊന്നെ 3 റൗണ്ട് പോയിട്ട് ലാസ്റ്റിൽ നമ്മൾ അഭിഷേക് ജയദേവ്, അഭിഷേക് ശ്രീകുമാർ, അതുപോലെ തന്നെ ഋഷി, അർജുൻ ഇവരായിരുന്നു. ലാസ്റ്റ് ഋഷിയും അർജുനും ആയിരുന്നു കേട്ടോ. പൊളിയായിട്ട് അടിപൊളി നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു എഫർട്ട് എടുത്ത് തന്നെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല അർജുനാണ്. അർജുൻ്റെ ഷർട്ടെല്ലാം കീറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ശ്രീതു റസ്മിനൊക്കെ വന്നിട്ട് സംസാരിക്കും ബിഗ് ബോസ് ഷർട്ടെല്ലാം കീറിപ്പോയെന്ന് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംഭാഷണത്തോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ നമ്മുടെ സിബിൻ ഇന്ന് പുറത്തു പോയിരിക്കുന്നു, വരുമോ എന്താണെന്ന് അറിയത്തില്ല. പവർ റൂം ചലഞ്ച് ടാസ്ക് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ ജിൻഡപ്പനാണ്, ജിൻഡോയുടെ ടീം ഡെന്നാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫൺ ടാസ്കും ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു ബിജി രമേശ്. ബൈ.